അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹധന്യരാവുന്ന പ്രിയ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹനീയമായ കാരുണ്യത്താൽ പരിശുദ്ധ റമദാൻ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാവിധ ആരാധനാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിന്നിവിടെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമുണ്ട്. പക്ഷേ ആ ഒരു കാര്യം നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും വലിയ നേട്ടമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടൊന്നും നമ്മൾ കാണണ്ട. അള്ളാഹു റസൂൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്നുള്ളത് തഖ്വയാർന്ന ജീവിതമാണ്. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സൽസ്വഭാവം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ അതിന് ഗുണം ധാരാളമാണ്. അതിലിപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൊണ്ടു. ഇപ്പോൾ നമ്മുടെ സ്വഭാവം നോക്കിയിട്ടാണ് അധികം ആളുകളും നമ്മളെ ഇഷ്ടപ്പെടുക. നമ്മുടെ ഭംഗിയോ ഇതൊക്കെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമ്മൾ നോക്കും എന്നതല്ലാതെ അതിനപ്പുറം ആ മനുഷ്യൻ്റെ സ്വഭാവ പെരുമാറ്റമാണ് അദ്ദേഹത്തെ നമ്മുടെ മനസ്സിലേക്ക് ഇടം കൊടുക്കാൻ കാരണമാകുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കൊണ്ടു. ഇപ്പോൾ നമ്മുടെ അടുത്ത് 2 വ്യക്തികളുണ്ട് വിചാരിക്കും. ഒരു വ്യക്തിയെ കാണാൻ അങ്ങേയറ്റം അതിസുന്ദരനാകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് വളരെയധികം മോശമാണെങ്കിൽ നമ്മൾ പിന്നെ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോകില്ല. എന്നാൽ നേരെ മറിച്ചിട്ട് ഇപ്പുറത്ത് ആദ്യം പറഞ്ഞവൻ്റെ അത്ര വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, പക്ഷേ അവൻ്റെ സംസാരവും അവൻ്റെ സ്വഭാവമൊക്കെ വളരെ നല്ലതാണ്, അല്ലേ? ഒരു വിനയുള്ള സ്നേഹമുള്ള രൂപത്തിലുള്ള സ്വഭാവമാണെങ്കിൽ നമുക്ക് ഈ മനുഷ്യനെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, സ്വഭാവം നന്നാക്കി കഴിഞ്ഞാൽ ദുനിയാവിലും നേട്ടമുണ്ടാവും, ആഖിറത്തിലും നമുക്ക് അള്ളാൻ്റെ നിന്ന് കൂലി കിട്ടും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സൽസ്വഭാവം? നമുക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രം നമ്മൾ മിണ്ടുക, അവരോട് മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ അല്ലേ? ഇതല്ല സൽസ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്, 3 കാര്യങ്ങൾ ചേർന്നതാണ് സൽസ്വഭാവം എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, സൽസ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഏതാണെന്നറിയോ? അല്ലെങ്കിൽ ഒന്നാമത്തെ ഘടകം എന്താണെന്നറിയോ? അതാണ് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, നിനക്ക് നൽകാത്തവർക്ക് നിനക്ക് നൽകാൻ സാധിക്കണം എന്നുള്ളതാണ്. നിനക്ക് നൽകാത്തവർക്ക് തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഒരു നിലക്കും പരിഗണിക്കാത്ത വ്യക്തികളായിരിക്കും, നമ്മുടെ കുടുംബം തന്നെ എടുക്കുക, അല്ലേ? ഒരു ഉദാഹരണം പറയാൻ കേട്ടോ. അപ്പോൾ ആ കുടുംബത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരു നിലക്കും പരിഗണിക്കാത്ത വ്യക്തികളുണ്ടാകും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് നമ്മളാൽ കഴിയുന്ന സഹായം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ സൽസ്വഭാവത്തിൻ്റെ അടയാളമാണ്. പക്ഷേ യഥാർത്ഥ സത്യവിശ്വാസികൾക്കല്ലാതെ ഇത് സാധിക്കില്ല എന്നുള്ളതാണ്. ശരി തന്നെയല്ലേ? യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് സാധിക്കും. അത് എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹ് എന്ന് പറഞ്ഞ ഒരു പടച്ചവനെ കുറിച്ചുള്ള ബോധമുള്ളതുകൊണ്ടാണ്, അല്ലേ? ഇനി രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ അറിയോ? രണ്ടാമതായിട്ട് നബി പറയുന്നുണ്ട്, നിന്നെ ഉപദ്രവിച്ചവരെ നീ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. നിന്നെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടൊക്കെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അല്ലേ? മറ്റുള്ളവരോട് പലതും പറഞ്ഞു കൊടുത്ത് അവരെയും തമ്മിൽ തെറ്റിപ്പിച്ച മനുഷ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മളെ ഉപദ്രവിച്ചവർക്ക് നമ്മൾ പുറത്തു കൊടുക്കുക. അതിപ്പോൾ പ്രവർത്തനം കൊണ്ടാണെങ്കിലും ശരി, വാക്കുകൊണ്ടാണെങ്കിലും ശരി, നമ്മളവർക്ക് പുറത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് സൽസ്വഭാവത്തിൻ്റെ അടയാളമാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് പറഞ്ഞേ, നിന്നോട് മിണ്ടാത്തവരോട് നീ പോയി മിണ്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നബി പറഞ്ഞാൽ എന്താ? നിന്നോട് മിണ്ടാത്തവരോട് നീ പോയി മിണ്ടുക, അതേപോലെ തന്നെ നിന്നെ ഉപദ്രവിച്ചവർക്ക് നീ പുറത്തു കൊടുക്കുക, നിനക്ക് തരാത്തവർക്ക് നീ കൊടുക്കുക. ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിലേ
നമുക്ക് കുറച്ച് ഈമാനൊന്നും പോരാ, നല്ല ഈമാൻ വേണമെന്നുള്ളതാണ്. അത്രയും ഈമാനുള്ളവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്തവരെന്താ പറയുക, പിന്നെ എനിക്കൊന്നും വയ്യ അവൻ്റെ മുമ്പിൽ പോയി താഴാൻ. എന്നാൽ നേരെ മറിച്ച് യഥാർത്ഥ സത്യവിശ്വാസത്തിൽ നിന്ന് ചിന്തിക്കുക, ഞാനിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാൻ്റെ നിന്നുള്ള പ്രതിഫലം എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാകുന്നില്ല. കാരണം സത്യവിശ്വാസികൾക്ക് വേണ്ടത് അള്ളാൻ്റെ തൃപ്തിയാണ്. അല്ല മനുഷ്യന്മാരെ, അതാണ് നമുക്ക് വേണ്ടത്. അള്ളാൻ്റെ തൃപ്തിയും അള്ളാൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിൻ്റെ കുറവാണുള്ളത്, അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൊണ്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹ് നോക്കി നടത്തിക്കോളും, എല്ലാ കാര്യവും. എന്നാൽ നേരെ മറിച്ച് ആ പടച്ചവൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലായിക്കോ, ഈ ലോകത്ത് ആരൊക്കെ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, നിൻ്റെ ജീവിതം വിജയിക്കാൻ പോണില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ വിജയിക്കുക എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ പലരുടെയും വിചാരം കുറേ സമ്പത്താണ്. പ്രിയപ്പെട്ടവരെ, കുറേ സമ്പത്തുള്ളവൻ വിജയിച്ചു എന്നുള്ളത് ആരാ പറഞ്ഞത്? നമ്മുടെ പോലത്തെ മനുഷ്യന്മാരാ പറഞ്ഞത്, അല്ലേ? എന്നാൽ ജീവിതത്തിൽ വിജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക, ഉള്ള ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക, അതേപോലെ തന്നെ ആ ഉള്ള സമ്പത്ത് ഉപയോഗിച്ച് ഉള്ള സൗകര്യം ഉപയോഗിച്ച് പടച്ചവനോട് നന്ദി കാണിക്കാൻ തുടങ്ങുക. ഇത്തരത്തിൽ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് ദുനിയാപരമായിട്ട് നോക്കുമ്പോൾ വിജയിച്ചു എന്ന് പറയാം. യഥാർത്ഥ വിജയം നമുക്കറിയാലോ. യഥാർത്ഥ വിജയം എന്താ? ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും എല്ലാവിധ സുഖസൗകര്യത്തിൻ്റെയും ലോകമാകുന്ന സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യന് പ്രവേശിക്കാൻ സാധിക്കുമ്പോഴാണ് അവൻ ജീവിതത്തിൽ വിജയിച്ചത്. മനസ്സിലാവണ്ട? അതാണ് ജീവിതത്തിൽ വിജയിച്ചത്. അല്ലാതെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ സമ്പത്തുള്ളവൻ വിജയിച്ചവനല്ല. അതിനെക്കുറിച്ചൊക്കെ അള്ളാഹ് പറഞ്ഞെന്താ? ഒരു പരീക്ഷണമാണ്. അതൊക്കെ ഒരു സീനത്തര അലങ്കാരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷണിക്കുന്നത് അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്കാണ്. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് വേണ്ടി പണിയെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക? യഥാർത്ഥ സൽസ്വഭാവികളായി മാറുക എന്നുള്ളതാണ്. ആരോ എന്തോ എങ്ങനെ പറഞ്ഞോട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു എന്നെ ക്ഷണിക്കുന്ന സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അള്ളാഹിനും റസൂലിനും മരിക്കോളം നമ്മൾ അനുസരിക്കുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കുക. നമ്മുടെ ഈമാൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നല്ലോണം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് പൊടികൾ വരും, അതേപോലെ തന്നെ പൊട്ടലുകൾ വരും, ചീറ്റലുകൾ വരും, കേടുവരലൊക്കെ വരും. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ആ ഈമാൻ നശിക്കുന്നൊരു രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഈമാനെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടാണ്, നമ്മൾ ഈ പറയപ്പെട്ട പോലെ നമ്മൾ എന്താ പറയുക, ഈ അലങ്കാര വസ്തുക്കളൊക്കെ തേച്ച് മിനുക്കി നമ്മൾ വെക്കൂല, അതേപോലെ എപ്പോഴും എന്ത് ചെയ്യണം? ആ ഈമാൻ നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. ഈമാനെ നമ്മൾ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന രൂപത്തിലുള്ള, അതല്ലെങ്കിൽ അത് പ്രവർത്തിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഈമാൻ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.